Hi all, welcome to Learnino Chemistry Keen previous year questions discuss ചെയ്യാം. First question, which of the following molecule have DsP2 hybridization? അപ്പോൾ hybridization എന്ന് പറയുന്ന ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് ഏത് മോളിക്യൂളിനാണ് DsP2 hybridization ഉണ്ടാകുന്നത്? Option A, NaCN 4 times 2 minus, BrF5, CONH3 6 3 plus, CrF6 3 minus, PtCl4 2 minus. Option A 1 and 2, option B 1 and 3, option C 2 and 3, option D 1 and 5, option E 3 and 5. നമുക്ക് നോക്കാം. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, ഈക്വൽ എനർജിയും ഐഡന്റിക്കൽ ഷേപ്പുമുള്ള ഓർബിറ്റൽസ് തമ്മിൽ ചേർന്ന് ഒരു ന്യൂ സെറ്റ് ഓഫ് ഓർബിറ്റൽസ് ഉണ്ടാവുന്നതിനെയാണ് ഹൈബ്രിഡൈസേഷൻ. sp2 sp3 അങ്ങനെ കുറേ ഹൈബ്രിഡൈസേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കോമ്പൗണ്ട് എടുക്കാം, NaCN4 2 മൈനസ്. നിക്കലാണ് അവിടുത്തെ സെൻട്രൽ മെറ്റൽ ആറ്റം. നിക്കലിന് 3d8 ആണ് അവരുടെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി അവിടെ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യണം. CN മൈനസ് ഇസ് എ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ്. സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണെങ്കിൽ അവിടുത്തെ പ്രത്യേകത എന്താണ്? പെയറിങ് നടക്കും. ഓക്കെ, പെയറിങ് നടക്കും. അപ്പോൾ പെയറിങ് നടക്കുമ്പോൾ അവിടെ എന്ത് കോംപ്ലക്സ് ആണ്? സ്ക്വയർ പ്ലനാർ കോംപ്ലക്സ് ആണ് ഫോം ചെയ്യുന്നത്. സ്ക്വയർ പ്ലനാർ കോംപ്ലക്സ് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇറ്റ് ഈസ് DsP2 ഹൈബ്രിഡൈസേഷൻ. ഓക്കെ, then option B, BrF5 സെൻട്രൽ ആറ്റം ബ്രോമിൻ. ഇലക്ട്രോൺ പെയർ 6 ആണ്, 5 ബോണ്ടിങ്ങും ഒരു ലോൺ പെയറും. അതുകൊണ്ട് തന്നെ ഷേപ്പ് എന്താണ്? സ്ക്വയർ പിരമിഡൽ ആണ്. ഓക്കെ, then ഹൈബ്രിഡൈസേഷൻ sp3d2. അപ്പൊ അതല്ല, ആൻസർ അല്ല. ആദ്യം പറഞ്ഞതാണ് DsP2 ഹൈബ്രിഡൈസേഷൻ. എന്നാലും നമുക്ക് എല്ലാത്തിൻ്റെ ഒന്ന് ഹൈബ്രിഡൈസേഷൻ ചെക്ക് ചെയ്യാം. Then option 3, CONH3 6 3 plus. Number of central metal atom cobalt ആണ്, 6 ആണ് coordination number. So octahedral ആണ് അവിടുത്തെ geometry. Octahedral ആണെങ്കിൽ D2 sp3 ആണ്, DsP2 അല്ല. Okay, then 4, CrF6 3 minus. കോർഡിനേഷൻ നമ്പർ അഗെയിൻ 6 ആയതുകൊണ്ട് തന്നെ ഒക്ടാഹെഡ്രൽ ആണ്, sp3d2 ആണ്. ബിക്കോസ് ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് ആയതുകൊണ്ട് തന്നെ sp3d2 ആണ് ഇവിടുത്തെ ഹൈബ്രിഡൈസേഷൻ, DsP2 അല്ല. Then option 5, PtCl4 2 minus. പ്ലാറ്റിനം ആണ് അവിടുത്തെ സെൻട്രൽ മെറ്റൽ ആറ്റം. 5d8 ആണ് കോൺഫിഗറേഷൻ ഔട്ടർ ഇലക്ട്രോണിക്. സ്ക്വയർ പ്ലനാർ കോംപ്ലക്സ് ആണ്, സോ DsP2 ഹൈബ്രിഡൈസേഷൻ ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി 1 and 5, DsP2 ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ നമ്മുടെ ഷേപ്പ് അനുസരിച്ചും കോർഡിനേഷൻ നമ്പർ അനുസരിച്ചിട്ടും ഉള്ള ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാനുള്ള ടെക്നിക്ക് നമ്മൾ പഠിച്ചു വെക്കുക. കാരണം നമുക്കിപ്പോൾ വരച്ച് കണ്ടുപിടിക്കാനുള്ള ഒരു സമയം കിട്ടത്തില്ല. സോ നമുക്ക് അങ്ങനെ അറിയാവുന്ന കുറച്ച് ഹൈബ്രിഡൈസേഷൻസ് നമ്മൾ പഠിച്ചു വെക്കുക. ക്ലിയർ? Then second question, what is the log K of the following reaction? ഇവിടെ ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്, അതിന്റെ ലോഗ് K ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. 2NH3 plus CO2 gives NH2ZONH2 plus H2O. 298 കെൽവിനിലാണ്. ഡെൽറ്റ G0 is equal to minus 11.4 kilojoule per mole and 2.303 RT is equal to 5.7 kilojoule per mole ഇൻവേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ 2.5, 1.5, 4, 3, 2. Using thermodynamic relation, delta G0 is equal to minus 2.303 RT log K. ഇതാണ് നമ്മുടെ റിലേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ മൈനസ് ഡെൽറ്റ G0 തന്നിട്ടുണ്ട്, മൈനസ് 11.4 എന്ന്. 2.303 RT എന്ന് പറയുന്നത് 5.7 കിലോ ജൂൾ പെർ മോളിന് ഈക്വൽ ആണ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. മൈനസ് 11.4 ഈസ് ഈക്വൽ ടു മൈനസ് 5.7 ലോഗ് കെ. ഇവിടെ ഒരു മൈനസ് ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ മൈനസ് വന്നത്. ദെൻ ലോഗ് കെ ഈസ് ഈക്വൽ ടു 11.4 ഡിവൈഡഡ് ബൈ 5.7 ലോഗ് കെ ഈസ് ഈക്വൽ ടു 2. അപ്പോൾ നമ്മൾ ഈ ഒരു റിലേഷൻ ഓർത്ത് വയ്ക്കുക. ഡെൽറ്റ G0 is equal to minus 2.303 RT log K. Then option E2 is the correct answer. Okay. What is the heat of the following reaction in kilojoule per mole? അപ്പോൾ ഇവിടെ ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. Fe2O3 plus 2H2 3H2 gives Fe plus 3H2O. അപ്പോൾ ഇവിടെ ഹീറ്റ് ഇവോൾവ് ചെയ്യുന്ന ഹീറ്റിന്റെ
എമൗണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. ഡെൽറ്റ എച്ച് എഫ് ഓഫ് വാട്ടറും തന്നിട്ടുണ്ട്, ഡെൽറ്റ എച്ച് എഫ് ഓഫ് Fe2O3 തന്നിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് ഏത് റിലേഷൻ വെച്ചിട്ടാണ് നമുക്ക് നോക്കാം. ഓക്കെ, എന്താൽപ്പി ഓഫ് ഫോർമേഷന്റെ റിയാക്ഷൻ എഴുതുക. ഡെൽറ്റ എച്ച് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് പ്രോഡക്റ്റ് മൈനസ് ഡെൽറ്റ എച്ച് റിയാക്റ്റന്റ്. ടോട്ടൽ റിയാക്ഷന്റെ എന്താൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത് പ്രോഡക്റ്റ് മൈനസ് റിയാക്റ്റന്റ് ആണ്. അപ്പോൾ വാട്ടറിന്റെ തന്നിട്ടുണ്ട്, Fe2O3യുടേതും തന്നിട്ടുണ്ട്. ഇനി H2Fe രണ്ട് പേരുടെയും ഡെൽറ്റ എച്ച് എഫ് എന്ന് പറയുന്നത് എന്താൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത് 0 ആണ്. കാരണം അവരെല്ലാം എലമെന്ററി ഫോമിലാണ് കാണപ്പെടുന്നത്, മറ്റേത് കോമ്പൗണ്ട് ആയിട്ടാണ് കാണപ്പെടുന്നത്. അപ്പൊ സോ അത് 0 ആണ്. അപ്പോൾ 2Fe plus 3H2O അതാണ് നമ്മളെ റിയാക്ഷൻ സൈഡ്. അപ്പൊ 2 into ഡെൽറ്റ എച്ച് എഫ് ഓഫ് അയൺ ഇസ് ഈക്വൽ ടു 0 ബിക്കോസ് അയൺ എന്ന് പറയുന്നത് എലമെന്റൽ സ്റ്റേറ്റിലാണ്, പ്ലസ് 3 ഇൻറ്റു വാട്ടറിൻ്റെത് -285.83. അപ്പൊ എത്ര കിട്ടി? -857.49 കിലോ ജൂൾ. ഇനി റിയാക്റ്റന്റ് സൈഡ് നോക്കാം. Fe2O3 plus 3H2. Fe2O3 തന്നിട്ടുണ്ട്, 3H2 3 into 0, so -824.2 ആണ്. അപ്പോൾ റിയാക്റ്റന്റ് സൈഡും കിട്ടി, പ്രോഡക്റ്റ് സൈഡും കിട്ടി. അപ്പോൾ ഡെൽറ്റ H0 റിയാക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാം. രണ്ടും കൂടെ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുമ്പോൾ -33.39 കിലോ ജൂൾ എന്ന് പറയും. സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ ഹീറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താൽപ്പി ഓഫ് ഫോർമേഷൻ കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് പ്രോഡക്റ്റ് റിയാക്റ്റന്റിനെയും കൂടെ ഡിഫറൻസ് എടുക്കുക, എടുത്തിട്ട് അത് മൈനസ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആൻസർ കിട്ടും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എലമെന്റ് ഫോമിലാണെങ്കിൽ ഡെൽറ്റ എച്ച് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആയിരിക്കും. ഓക്കെ, then next question, which of the following reaction proceeds nearly to completion? Option A, N2 plus O2 gives 2NO, 4.8 ആണ് അതിന്റെ Kc വാല്യൂ. H2 plus Cl2 gives 2HCl, 4.0 × 10⁻31 ആണ് അതിന്റെ Kc വാല്യൂ. Then option C, decomposition of H2 into H2 and O2, H2O into H2 and O2, 4.1 × 10⁻48. Option D, reaction of H2 and with I2 to give HI, 57.0. Gas phase decomposition of N2O4 to NO2, 4.64 × 10⁻3. അതായത് ഈ റിയാക്ഷനിൽ ഏതാണ് നിയർലി ടു കംപ്ലീഷനിൽ വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. A reaction proceeds nearly to completion when Kc is very larger than 1. വെരി ലാർജ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് നിയർലി ടു കംപ്ലീഷൻ എന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വാല്യൂ ഓരോന്നായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ 4.8 × 10⁻3, അത് വളരെ സ്മാൾ ആണ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വാല്യൂ -3 ആണ് വരുന്നത്. സോ സ്മാൾ ആണ്, റിയാക്റ്റന്റ് സൈഡ് ആയിരിക്കും അവിടെ ഫേവർ ചെയ്യുന്നത്. 4.0 × 10⁻31 അത് എക്സ്ട്രീംലി ലാർജ് ആണ്, കാരണം മൈനസ് വാല്യൂ ഇല്ല, പ്രോഡക്റ്റ് സ്ട്രോങ്ലി ഫോർവേഡ് ആണ്. Then option C, 4.1 × 10⁻48, അത് അതിൽ നിന്നും എക്സ്ട്രീംലി സ്മോൾ ആണ്, -48 ആണ് വന്നിരിക്കുന്നത്. 57 ലാർജ് ആണ്, പക്ഷെ നമുക്ക് ഒരിക്കലും കംപ്ലീറ്റഡ് ആണ്, നിയർലി ടു കംപ്ലീറ്റഡ് പറയാനായിട്ട് ആ റിയാക്ഷൻ പറ്റില്ല. Then 4.64 × 10⁻3 സ്മോൾ ആണ്. അപ്പൊ ഇവിടെ വരുമ്പോൾ 4 × 10⁻31 ആണ് എക്സ്ട്രീംലി ലാർജ് ആയിട്ട് വരുന്നത്. അപ്പോൾ ലാർജ് Kc എന്ന് പറയുന്നത് അതാണ്. സോ ഓപ്ഷൻ ബി, H2 plus Cl2 gives 2HCl is the correct answer. അതാണ് നിയർലി ടു കംപ്ലീഷൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ റിയാക്ഷൻ നിയർലി കംപ്ലീഷൻ ആണെങ്കിൽ വെരി ലാർജ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആയിരിക്കണം ഉണ്ടായിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സൊല്യൂഷൻ ഓഫ് സോൾട്ട് ആർ ന്യൂട്രൽ? ഇവിടെ ഒരു 5 സോൾട്ട് സൊല്യൂഷൻ തന്നിട്ടുണ്ട്, അതിൽ ഏതാണ് ന്യൂട്രൽ? KBr, NaNO2, KF, NH4NO2, NCl. ഓപ്ഷൻ എ 2 and 3, ഓപ്ഷൻ ബി 1 and 4, ഓപ്ഷൻ സി 1 and 5, ഓപ്ഷൻ ഡി 4 and 5, ഓപ്ഷൻ ഇ 3 and 5. ഇതിൽ ഏതാണ് ആൻസർ എന്ന് നോക്കാം. A salt solution is neutral when it forms a strong acid plus strong base. ഒരു സാൾട്ട് സൊല്യൂഷൻ ന്യൂട്രൽ ആവണമെങ്കിൽ അത് ഒരു സ്ട്രോങ് ആസിഡിൽ നിന്നും ഒരു സ്ട്രോങ് ബേസിൽ നിന്നും ഉണ്ടായത് ആയിരിക്കണം. അപ്പോൾ ഓരോ ഓപ്ഷൻ ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. KBr എങ്ങനെയാണ് ഉണ്ടാവുന്നത്? KOH പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും HBrഉം കൂടെ ചേരുമ്പോഴാണ്
KBr ഉണ്ടാവുന്നത്. അവിടെ H2O പുറത്തേക്ക് പോവുകയും KBr ഉണ്ടാവുകയും ചെയ്യുന്നത്. അപ്പം KOH ഒരു സ്ട്രോങ് ബേസും HBr ഒരു സ്ട്രോങ് ആസിഡുമാണ്. സോ അവിടെ ന്യൂട്രൽ ആണ് ഉണ്ടായ സോൾട്ട്. ഇനി NaNO2 എങ്ങനെയാണ് ഉണ്ടാവുന്നത്? NaOH ഉം HNO2 ഉം വെച്ചിട്ട്. NaOH എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ബേസ് ആണ്. HNO2 ഒരു വീക്ക് ആസിഡ് ആണ്. സോ നമുക്ക് അവിടെ ഒരു ബേസിക് സൊല്യൂഷൻ മാത്രമേ കിട്ടത്തുള്ളൂ. ഓക്കെ. Then KF എങ്ങനെയാണ് ഉണ്ടാവുന്നത്? KOH ഉം HF ഉം കൂടെ ചേരുമ്പോഴാണ്. വാട്ടർ പുറത്തേക്ക് പോയിട്ട് KF ഉണ്ടാവും. KOH ഒരു സ്ട്രോങ് ബേസ് ആണ്. KF ഒരു വീക്ക് ആസിഡ് ആണ്. സോ അതും ഒരു ബേസിക് സൊല്യൂഷനെയാണ് തരുന്നത്. Then NH4NO3. NH3 ഒരു വീക്ക് ബേസും HNO3 ഒരു സ്ട്രോങ് ആസിഡുമാണ്. ഇത് ചേരുമ്പോഴാണ് NH4NO2 ഉണ്ടാവുന്നത്. സോ അതിന്റെ റിസൾട്ട് ഒരു അസിഡിക് സൊല്യൂഷൻ ആണ്. Then NaCl. NaOH ഉം HCl ഉം കൂടെ ചേരുമ്പോഴാണ് NaCl ഉണ്ടാവുന്നത്. NaOH ഒരു സ്ട്രോങ് ബേസ് ആണ്. HCl ഒരു സ്ട്രോങ് ആസിഡ് ആണ്. സോ the salt is neutral. Then അപ്പോൾ ന്യൂട്രൽ സാൾട്ട് ഏതൊക്കെയായിരിക്കും? KBr ഉം NaCl ഉം. അപ്പോൾ ഒരു ന്യൂട്രൽ സാൾട്ട് ഉണ്ടാവണമെങ്കിൽ അതൊരു സ്ട്രോങ് ബേസിൽ നിന്നും ഒരു സ്ട്രോങ് ആസിഡിൽ നിന്നും ഉണ്ടാവുന്നതായിരിക്കണം. സോ ഓപ്ഷൻ C is the correct answer. 1 and 5, that is KBr and NaCl. Okay. Then next question. The molar conductivity lambda m of acetic acid is 78.1. Its degree of dissociation alpha ആണ് കണ്ടുപിടിക്കേണ്ടത്. ലാംഡ 0m തന്നിട്ടുണ്ട്. 390.5 ആണെന്ന് തന്നിട്ടുണ്ട്. ഓപ്ഷൻ A 0.12, ഓപ്ഷൻ B 0.40, ഓപ്ഷൻ C 0.02, ഓപ്ഷൻ D 0.20, ഓപ്ഷൻ E 0.04. ഏതാണെന്ന് നോക്കാം. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ ആൽഫ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ലാംഡ m ഡിവൈഡഡ് ബൈ ലാംഡ 0m. എളുപ്പമാണ്. ലാംഡ എമ്മും തന്നിട്ടുണ്ട്, ലാംഡ 0m തന്നിട്ടുണ്ട്. 78.1 ആണ് ലാംഡ എം, 390.5 ആണ് ലാംഡ 0m. സോ ആൽഫ is equal to 78.1 divided by 390.5, that is equal to 0.20. ഓപ്ഷൻ ഡി is the answer. അപ്പോൾ ഈ ഇക്വേഷൻ മറന്നു പോകരുത്. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ is equal to ലാംഡ എം ഡിവൈഡഡ് ബൈ ലാംഡ 0m. Clear? Option D is the correct answer. Next question. Which of the following reaction is used to prepare dihydrogen gas in laboratory? നമുക്ക് ലബോറട്ടറിയിൽ ഡൈഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാക്കണമെങ്കിൽ ഈ പറഞ്ഞതിൽ ഏത് റിയാക്ഷൻ ആണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ഓപ്ഷൻ A 2Fe plus 3H2 gives Fe2O3 plus 3H2. Option B 2Na plus 2H2O gives 2NaOH plus H2. Option C Fe plus 2HCl gives FeCl2 plus H2. Option D Mg plus 2H2O gives MgOH twice plus H2. Option E Ca plus 2H2O gives CaOH twice plus H2. അപ്പോൾ ഇതിൽ ഏതോ ഒരെണ്ണം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ലബോറട്ടറിയിൽ ഡൈഹൈഡ്രജൻ ഗ്യാസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അത് ഏതാണെന്ന് നോക്കാം. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്. Fe plus 2HCl gives FeCl2 plus H2. In laboratory, dihydrogen gas is commonly prepared by reacting a metal with dilute acid. ഒരു മെറ്റൽ ഡയലൂട്ട് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഡൈഹൈഡ്രജൻ ഗ്യാസ് കിട്ടുന്നത്. അപ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഇലക്ട്രോകെമിക്കൽ സീരീസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ റിയാക്ടിവിറ്റി അനുസരിച്ചിട്ട് സിങ്കോ അയണോ ഒക്കെ ആയിരിക്കും നമ്മൾ ഡയലൂട്ട് HCl H2SO4 വെച്ചിട്ട് നമ്മൾ ഹൈഡ്രജൻ പ്രിപ്പയർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. നമുക്കത് ഹൈഡ്രജൻ ആണോ എന്ന് എങ്ങനെ കൺഫേം ചെയ്യാം? നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ സിങ്കിനകത്തോട്ട് HCl ഒഴിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ഗ്യാസ് ലിബറേറ്റ് ചെയ്യും. അതിനടുത്തേക്ക് ഒരു മാച്ച് സ്റ്റിക്ക് കത്തിച്ച് കൊണ്ടുവച്ചാൽ അതൊരു പോപ്പ് സൗണ്ടോട് കൂടി അണയും. അപ്പോൾ നമുക്ക് എന്തെന്ന് അറിയാൻ പറ്റും? അവിടെ ഹൈഡ്രജൻ ഗ്യാസ് ആണെന്ന് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഒരു മെറ്റൽ ഒരു ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ ലബോറട്ടറിയിൽ നമുക്ക് ഡൈഹൈഡ്രജൻ ഗ്യാസ് പ്രിപ്പയർ ചെയ്യാം. സോ ഓപ്ഷൻ C is the correct answer. Okay. Then നമുക്ക് ഓപ്ഷൻ എയും കൂടെ ഒന്ന് നമുക്ക് ബാക്കി ഓപ്ഷൻസ് കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. എ എന്ന് പറഞ്ഞാൽ റിക്വയർ സ്റ്റീം അറ്റ് ഹൈ ടെമ്പറേച്ചർ, ഇൻഡസ്ട്രിയൽ മെത്തേഡാണ്. നമുക്ക് പ്രിപ്പയർ ചെയ്യാം, പക്ഷേ ഇൻഡസ്ട്രിയൽ മെത്തേഡാണ്, സ്റ്റീം വേണം. സോഡിയം റിയാക്ട് ടു വയലന്റ്ലി. നമുക്ക് ഒരിക്കലും സോഡിയം വെച്ചിട്ട് ഹൈഡ്രജൻ ഉണ്ടാക്കുക പോസിബിൾ അല്ല, കാരണം സോഡിയം പെട്ടെന്ന് കത്തിപ്പിടിക്കും.
Magnesium react with steam. Magnesium എപ്പോഴും സ്റ്റീമുമായിട്ട് റിയാക്ട് ചെയ്യത്തുള്ളൂ. Calcium react with water but is not commonly used in lab due to handling issue. നമുക്ക് കാൽഷ്യം അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. So option C is the correct answer. The next question, in which of the following solution XY interactions are weaker than XX or YY interaction? X ഉം Y ഉം pure components ആണ്. ഏത് സൊല്യൂഷനിലാണ് XY interaction, അതായത് component 1 ഉം Y ഉം സെക്കൻഡും തമ്മിലുള്ള interaction each component തമ്മിലുള്ള interaction കാട്ടി weaker ആയിട്ട് കാണുന്നത്? Option A, bromo ethane and chloro ethane. Option B, carbon disulfide and acetone. Option C, chloroform and acetone. Option D, nitric acid and water. Option E, benzene and toluene. Bromo ethane plus chlorine. Similar molecules ആണ്. Interaction nearly same ആണ്. അതൊരു ideal solution ആണ്. Bromo ethane ഉം chloro ethane ഉം similar molecules ആണ്. രണ്ടും ഹാലജൻസ് ആണ്. സോ ഇന്ററാക്ഷൻ നിയർലി സെയിം ആയിരിക്കും. അതൊരു ഐഡിയൽ സൊല്യൂഷൻ ആണ്. കാർബൺ ഡൈസൾഫേറ്റ് ആൻഡ് അസറ്റോൺ. കാർബൺ ഡൈസൾഫേറ്റ് എന്ന് പറയുന്നത് ഒരു നോൺ പോളാർ കോമ്പൗണ്ടും അസറ്റോൺ എന്ന് പറയുന്നത് ഒരു പോളാറുമാണ്. അപ്പൊ വീക്ക് ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ ആയിരിക്കും, പോസിറ്റീവ് ഡീവിയേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ ഒരു നോൺ പോളാറും പോളാറും കൂടെ വരുമ്പോഴാണ് ഈ ഒരു വീക്കർ ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ വരുന്നത്. Then chloroform and acetone, strong hydrogen bond ആണ്. So stronger XY interaction ആണ്. അവിടെ നെഗറ്റീവ് ഡീവിയേഷൻ ആണ് വരുന്നത്. Nitric acid plus water, strong ion dipole hydrogen bonding വരും. ഹൈഡ്രജൻ ബോണ്ടിങ് വന്നാൽ XY റിയാക്ഷൻസ് എന്താണ്? വളരെ സ്ട്രോങ് ആണ്, നെഗറ്റീവ് ഡീവിയേഷൻ ആണ്. ബെൻസീൻ ടോളുവിനും ആൾറെഡി ഈക്വൽ ആണ്. ബെൻസീനും ടോളുവിനും വരുമ്പോൾ നിയർലി ഐഡിയൽ സൊല്യൂഷന് ഈക്വൽ എക്സാമ്പിൾ ആണ്. സോ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. കാർബൺ ഡൈസൾഫൈഡ് ആൻഡ് അസറ്റോൺ ഒന്ന് പോളാറും ഒന്ന് നോൺ പോളാറുമാണ്. അങ്ങനെ വരുമ്പോൾ XY ഇന്ററാക്ഷൻസ് വീക്കർ ആയിരിക്കും. ഓക്കെ, K is equal to AE raised to minus EA by RT. Which factor corresponding to fraction of molecule have kinetic energy greater than activation energy? ഏത് ഫാക്ടർ ആണ് corresponding to fraction of molecule having kinetic energy greater than activation energy വരുന്നത്? ഓപ്ഷൻ എ E raised to minus EA by RT, E raised to minus EA by R. Option C, E raised to minus EA by T. D, option D, E raised to minus EA. Option E, AE raised to minus EA by R. നമുക്ക് Arrhenius equation വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. Arrhenius equation K is equal to AE raised to minus EA by RT ആണ്. The term represents the fraction of molecules have energy greater or equal to activation energy എന്ന് പറയുന്നത് E raised to minus EA by RT ആണ്. So correct answer is equal to E raised to minus EA by RT. അപ്പോൾ ഇതാണ് നമ്മുടെ Arrhenius equation. ഇതിനകത്ത് fraction of molecules have energy nearly greater or nearly equal to activation energy എന്ന് പറയുന്നതിനെ സൂചിപ്പിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് E raised to minus EA by RT ആണ്. Where A is the frequency factor, E raised to minus EA by RT is the fraction of molecule with sufficient energy. So this exponential term directly required gives the required fraction. അപ്പോൾ ഇതാണ് നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. Okay. Then which of the following transition metal does not exhibit variable oxidation state? നമുക്കറിയാം ട്രാൻസിഷൻ മെറ്റൽസ് എല്ലാം വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും, വേരിയസ് കളേഴ്സും ഒക്കെ കാണിക്കുന്നവരാണ്. അപ്പോൾ ഇതിനകത്ത് ഏത് ഒരു മെറ്റലാണ് കാണിക്കാത്തത് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്? ഓപ്ഷൻ എ കോപ്പർ, ഓപ്ഷൻ ബി സ്കാൻഡിയം, ഓപ്ഷൻ സി വനേഡിയം, ഓപ്ഷൻ ഡി നിക്കൽ, ഓപ്ഷൻ ഇ കൊബാൾട്ട്. നോക്കാം. Most of the transition metals shows variable oxidation state due to involvement of both N-1d and Ns electron. അപ്പോൾ നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ മിക്ക ട്രാൻസിഷൻ എലമെന്റ്സിലും N-1d-യും Ns ഇലക്ട്രോൺസും ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവർ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. പക്ഷേ സ്കാൻഡിയം എന്ന് പറയുന്നത് വളരെ സ്റ്റേബിളും വേരിയബിലിറ്റി ഇല്ലാത്തതുമാണ്. സോ സ്കാൻഡിയത്തിന് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കാണിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ സ്കാൻഡിയം ആണ് കറക്റ്റ് ആൻസർ. സ്കാൻഡിയം അറ്റോമിക് നമ്പർ 21. കോപ്പർ +1 കാണിക്കുന്നുണ്ട്, +2 കാണിക്കുന്നുണ്ട്. വനേഡിയം +2, +3, +4, +5. നിക്കൽ +2, +3. കൊബാൾട്ട് +2, +3.
അപ്പോൾ ഈ പറഞ്ഞതിലെ സ്കാൻഡിയം മാത്രമാണ് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. അത് ഓർത്തു വെക്കണം. കാരണം നമ്മുടെ ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ് ട്രാൻസിഷൻ മെറ്റൽസ് എന്ന് വിളിക്കുന്നത്. അവർ മെറ്റാലിക് പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഡി ട്രാൻസിഷൻ കാരണം വേരിയസ് കളർ ഉണ്ട്. അതുപോലെ തന്നെ അവർക്ക് വേരിയസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ട്. വേരിയസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ടാവാനുള്ള കാരണം n-1 d ഓർബിറ്റലും ns ഇലക്ട്രോൺസും രണ്ട് ഓർബിറ്റലും ഇൻവോൾവ് ചെയ്യുന്നതുകൊണ്ടാണ്. സോ അതിനകത്ത് എക്സെപ്ഷൻ പറയുന്നത് സ്കാൻഡിയം ആണ്. സ്കാൻഡിയം വളരെ സ്റ്റേബിൾ ആണ്. അതുകൊണ്ട് തന്നെ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാത്രമേ കാണിക്കുന്നുള്ളൂ. അറ്റോമിക് നമ്പർ 21. സോ ഓപ്ഷൻ ബി സ്കാൻഡിയം ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.